ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗസ്റ്റ് വരുമ്പോഴും അല്ലെ കുട്ടികൾക്കായിട്ടുമൊക്കെ ബ്രെഡ് വെച്ചൊരു പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കുന്നതെങ്ങനെ നോക്കാം. സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഒരു 300 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് കൊടുക്കാം. വെയിറ്റ് ഇട്ട് 2 വിസിലടിക്കുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് എല്ലാം കൂടെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. ഒത്തിരി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഇതൊക്കെയാണ്. മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ക്യാബേജും ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോള എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നമ്മുടെ സ്നാക്സിന് വേണ്ടി മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനൊരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് മുക്കിയെടുക്കാനായിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പീസ് ബ്രെഡ് എടുത്ത് മിക്സിഡ് ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 പീസ് ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്കിതുപോലെ പിടിച്ച് മുട്ട പതപ്പിച്ചത് ബ്രെഡ് നന്നായിട്ട് മുക്കിയെടുക്കണം. ഇനി ഈ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ച് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. 4 സൈഡ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, കാരണം ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ നന്നായിട്ട് പിടിച്ചെടുക്കും. ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ 2 സൈഡ് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവോള, ക്യാരറ്റ്, കാബേജ്, ക്യാപ്സിക്കം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര കപ്പ് മയോണൈസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് പീസസ് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പോക്കറ്റ് ഷവർമ തയ്യാറായി. വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.